വളരെ ചോദ്യം, വളരെ കുഴക്കുന്ന ചോദ്യമാണോ ചോദിച്ചേക്കുന്നതെന്നാണ് പുള്ളി വിചാരിച്ചേക്കുന്നത്. പക്ഷെ ഒന്നുമല്ല, ഞാൻ ഇടിക്കട്ട ലാലേട്ടൻ ഫാനാണ്, മനസ്സിലായോ? അതിനേക്കാളും മമ്മൂക്ക ഭക്തനാണ്. പിന്നെ സുരേഷ് ചേട്ടന്റെ കൂടെ അഭിനയിച്ച ഉള്ളൊരു സംഭവം ഉണ്ട്. ആക്ഷൻ ഹീറോ ഇമേജിൽ സുരേഷ് ചേട്ടന്റെ ഫാനാണ്. അടിപൊളി. ഹൗ ഡു യു റേറ്റ് ടാലന്റ്? എന്നെ സംബന്ധിച്ച് ഒരാളെ റേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള നിലയിലും ഞാൻ എത്തിയിട്ടില്ല. ആസ് എൻ ആക്ടർ, ഞാൻ ആക്ടർ ആയോണ്ട്. ഞാൻ ആക്ടർ അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ലാൽ സാറ്, ലാലേട്ടൻ ഫസ്റ്റ്, അല്ലെ മമ്മൂക്ക ഫസ്റ്റ്. ഞാനൊരു ആക്ടർ കൂടിയാണ്. എനിക്ക് ഇവരുടെ ഇതൊന്നും അനലൈസ് ചെയ്ത് പറയാനില്ല. ബട്ട് ഐ ആം എ ഡൈ ഹാർഡ് ലാലേട്ടൻ ഫാനാണ്. കട്ട ലാലേട്ടൻ ഫാൻ, കട്ട ലാലേട്ടൻ ഫാൻ, ഇടിക്കട്ട മമ്മൂക്ക ഫാൻ. അതുപോലെ പിണക്കത്തിന്റെ കാര്യമല്ല ഇത്. ഞാൻ മമ്മൂക്കയുടെ ആദ്യം ഇടപെടുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കട്ട ഫാനൊന്നും അല്ല. ഐ വാസ് എ കട്ട ഫാൻ ഓഫ് ലാലേട്ടൻ, ഷുവർ. അങ്ങനെ പറഞ്ഞ തന്നെയാണ് തുടങ്ങുന്നത്, മനസ്സിലായോ? ബട്ട് ലേറ്റർ എങ്ങനെ ഞാനൊരു ഇടിക്കട്ട മമ്മൂക്ക ഭക്തനായി എന്ന് പറഞ്ഞാൽ ഐ കെയിം ടു എന്താ പറയുക, ആ ഒരു സാധനം, ഒരു മനുഷ്യനുമായിട്ട് നമ്മൾ കണക്ഷൻ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. വാട്സപ്പിലൂടെ കിട്ടിയ ഒരു കണക്ഷൻ കാരണമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ അല്ല, സിനിമയിൽ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയത്തില്ല. ഞാനങ്ങ് ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് പഠിക്കണമോ അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങാനായിട്ട് അല്ലാണ്ട് അവസരം കിട്ടുമോ ഈ പഠിക്കാണ്ട് തന്നെ? ആക്ടിങ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്തിനാണ് ഈ ആക്ടിങ് വർക്ക്ഷോപ്സും ആക്ടിങ് ഒബ്വിയസ്ലി പഠിക്കണം. ആണോ? നാച്ചുറൽ ആക്ടിങ് പഠിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഒരുപാട് നാച്ചുറൽ ആക്ടിങ് പഠിക്കാൻ പറ്റില്ല. ആക്ടിങ് പോയാനെ ഇപ്പോ ഓഡീഷൻ ഇല്ലാണ്ട് തന്നെ ഒരുപാട് വ്യക്തികൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, പിന്നെ യൂട്യൂബ് താരങ്ങള്, ബിഗ് ബോസ് താരങ്ങൾ, അങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഓഡീഷനും ഈ ആക്ടിംഗ് ക്ലാസ്സും വേണോ? ശരി, ഓഡിഷനും ആക്ടിംഗ് ക്ലാസ്സും വേണോ? ശരിക്കും ആർക്ക് വേണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇത് ആക്ടേഴ്സിന് വേണോ എന്നാണോ, അതോ സിനിമാക്കാർക്ക് വേണോ എന്നാണോ, അതോ പുതിയ ആക്ടേഴ്സിന് വെച്ച് പടം ചെയ്യുമ്പോൾ ഓഡീഷൻ ചെയ്യണമോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ചെയ്യണമോ, നല്ലതാണോ ചീത്തയാണോ? പുതിയ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാണ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നത്, ആ പ്രൊഡക്ഷൻ ടീം ഒരു വർക്ക്ഷോപ്പ് വെച്ച് ഒരു ആക്ടിംഗ് ട്രെയിനറെ കൊണ്ട് അവർക്ക് കുറച്ച് സെഷൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മോഹൻലാൽ റിഹേഴ്സൽ എടുക്കാറുള്ളതാണ് നാച്ചുറൽ ആക്ടിങ്ങിന്റെ ഭാഗമായിട്ട്. ഇതൊക്കെ ഇൻഫർമേഷൻസ് എല്ലാം അപ്ഡേറ്റഡ് ആണല്ലേ? ഞാൻ മാക്സിമം സിംഗിൾ ടേക്ക് ഓക്കെ ആർട്ടിസ്റ്റ് ആണ്. അത് വലിയ സംഭവമൊന്നുമല്ല. അല്ലെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഡയറക്ടർ എന്റെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ്, നീ ഒരു 3-4 ടേക്കൊക്കെ പൊക്കോ, എനിക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ചെയ്യുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും പക്ഷെ ആ ഫസ്റ്റ് ടേക്കിൽ കൊടുക്കുന്ന ഒരു 100% സാധനമായിരിക്കും. പിന്നൊരു വേരിയേഷൻ പേര് തന്നെ എന്തോ എനിക്കത് എന്താ പറയുന്നത്, റെസ്പ്രിക്കേറ്റ് ചെയ്യാൻ പറ്റാറില്ല സാധനം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ല. ഓക്കെ, ഒരു വട്ടം ചെയ്തൊരു സാധനം അതേ രീതിയിൽ എനിക്കത് അടുത്ത ടേക്കിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. പറ്റുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. 17 ടേക്ക് എടുക്കുമ്പോ ഉണ്ടായിരുന്നു 6 അവിടെ. ഞാൻ പണ്ടുമണിയിൽ ജൂനിയർ അഭിനയിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ലാലേട്ടന്റെ മമ്മൂക്ക ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ലാലേട്ടന്റെ അഭിനയം പറഞ്ഞ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ ചോദിക്കാം. കാരണം പുള്ളി അവരൊക്കെ ലെജൻസ് ആണ്. ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇല്ല, മറ്റേ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ള ചേട്ടന്റെ സമയമാകുമ്പോ ഞാൻ എന്താ ഡയലോഗ് ഉണ്ടല്ലോ, ഏത് പടത്തിനാ തരുന്നത്? പൃഥ്വിരാജ് മമ്മൂക്കയൊക്കെ പറയുന്ന ഡയലോഗാണ് അത്. ഒരുപാട്